പ്രശാന്തേട്ടാ, ഇപ്പോൾ ചർച്ച മേക്ക് സെവനുമായി ബന്ധപ്പെട്ടാണ്. അത് പോപ്പുലർ ഫണ്ടുമായി ബന്ധമുള്ള ഒരു സംഘടനയായി പലരും അത് ആരോപണം ഉന്നയിക്കുന്നു. CPM ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുകയാണ്. അതിനിടയ്ക്ക് നാം 2 ദിവസം മുൻപ് ആ വാർത്ത ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു. അപ്പോൾ അതിന് താഴെ ചില മാന്യന്മാർ വന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ മറന്ന് നാം മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അവർ ഒരു 2-3 മാന്യന്മാരായിരുന്നു ഇത്തരത്തിൽ ചില കമൻറ്റുകളുമായി രംഗത്ത് വന്നത്. അവരുടെ കമൻറ്റ് ഇങ്ങനെയാണ്. ഒരു മാന്യൻ പറയുന്നത്, മുനീറാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നത്, അതേടാ നിനക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംഘടനയാണ്, അങ്ങനെയാണെങ്കിൽ നിനക്കല്ല എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം നമ്മളോട് ഈ കമൻറ്റായി ചോദിക്കുന്നത്. അടുത്ത് ഷഹദ് എന്ന് പറയുന്ന വ്യക്തി, ഇങ്ങനെ പേടിക്കല്ലേടാ ABC എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത് മറ്റൊരു മാന്യ അദ്ദേഹവുമുണ്ട്, അബ്ദുൾ. MEC 7 BJP എന്ന പാർട്ടി അനുയായികളും അവിടെ എത്തി വ്യായാമം ചെയ്യുന്നു എന്ന് അദ്ദേഹം ഒരു നിഷ്പക്ഷമായൊരു പറഞ്ഞിരിക്കുകയാണ്. കാരണം അത് പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അങ്ങനെയാണല്ലോ അവരുടെ രീതി. അതോടൊപ്പം തന്നെയാണ് ആ സമാനമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത്, BJP അനുയായികളും തങ്ങളുടെ അവിടെ എത്തി വ്യായാമങ്ങൾ ചെയ്യുന്നു എന്ന് പറയാം. അത് ഏറ്റവും അവസാനം മറ്റൊരു കമൻ്റ് ഉണ്ട്, അതാണ് അദ്ദേഹമാണ് കുറച്ച് വൈകാരികമായി എഴുതിയിട്ടുണ്ട്. മുഹമ്മദാണ്, ഇത് നിങ്ങൾക്ക് നിരോധനം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ പോപ്പുലർ ഫണ്ട് എന്നുള്ള 2 വേർഡല്ല അത് നിലനിൽക്കുന്നത്, 2 വാക്കുകളിലല്ല അത് നിലനിൽക്കുന്നത്, മറിച്ച് രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സാണെന്നും അദ്ദേഹം പറയുന്നു. ആശയം തന്നെയാണ്. അങ്ങനെ രീതിയിലുള്ള ഇനിയും കുറേ കമൻറ്റുകളുണ്ട്. അങ്ങനെ നമ്മുടെ ആ വാർത്തയ്ക്ക് താഴെ എന്തായാലും ഒരു SDPIയുടെയും പോപ്പുലർ ഫണ്ടിൻ്റെയും ഒരു സമ്മേളനം തന്നെ നടന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? അപ്പം അത് പറയാനാണ് നമ്മളിപ്പോൾ അത് ഈ ടോക്കൺ എടുക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം വൈകാരികത കൂടുതലുണ്ടായ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ്. വളരെ നല്ലൊരു പേരാണ്. ഈ അദ്ദേഹത്തിൻ്റെ പേരാണ്, നല്ലൊരു പേരെടുത്തിട്ടിട്ട് വികാരം കൊള്ളുക. കാരണം ഇതിനകത്ത് കുറേ പേര് വികാരം കൊണ്ടിട്ടുണ്ട്. ഇതിനെക്കാട്ടി വലിയ വികാരം കൊണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഞാൻ ABC പേടിയൊന്നുമില്ല, ABC പാറിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നുമില്ല. ഒരാൾ ABC പേടിച്ചു തുടങ്ങിയൊന്നും ABC പേടിക്കണ്ട, നീ വ്യാജ ID അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞവനൊക്കെ പേടിച്ചാൽ മതി, മനസ്സിലാവുന്നുണ്ട്. ഇതിനെക്കാട്ടി വലിയ വിവരവാദമൊക്കെ മുടക്കി 47 ഈ ഇന്ത്യ പിടിക്കുമെന്നും കേരളം പിടിക്കുമെന്നും ഒക്കെ പറഞ്ഞ ആൾക്കാർ ഒരുവിധപ്പെട്ടവരൊക്കെ ഇപ്പം മെയിനായിട്ട് പിടിക്കുമെന്ന് പറയുന്ന മെയിൻ സ്ട്രീമിൽ നിന്നവനൊക്കെ അകത്ത് കിടക്കുക. അതായത് പോലീസുകാരെടുത്ത് കേസെടുത്ത് കഴിഞ്ഞാൽ നിൻ്റെ അമ്മ എനിക്കറിയാം, നിൻ്റെ വീട് എനിക്കറിയാം, എൻ്റെ ഭാര്യ എനിക്കറിയാം, നിൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നിടം എനിക്കറിയാം എന്ന് പറഞ്ഞ ഉള്ള പ്രസംഗങ്ങളും, അതുപോലെ നേതാക്കന്മാരാരെങ്കിലും ഇവർക്കെതിരെ പറഞ്ഞാൽ ഇയാളെ എനിക്കറിയാം, ഇയാളുടെ പെണ്ണും പിള്ളേ എനിക്കറിയാം, ഇയാളുടെ വീട് എനിക്കറിയാം, വീടിൻ്റെ റൂട്ട് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇപ്പം വീടും കൂടും ഒന്നും ഇല്ലാതെ അകത്ത് കിടക്കുക. അത് കഴിഞ്ഞ് ശേഷം വീടും കൂടും ഇവന്മാരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ റോഡിൽ നിന്ന് സമരം ചെയ്തവരുടെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ, ഹർത്താലിന് സമരം ചെയ്തവൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പം ആവേശം കൂടുതൽ കൊള്ളുന്നത് എവിടെ ആയാലും നല്ലതല്ല. പിന്നെ ഈ ആവേശ കമ്മിറ്റിക്കാരല്ല ഇവിടുത്തെ ഈ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആവേശത്തിലൊന്നും ഈ ലോകക്രമത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല, മനസ്സിലായില്ലേ? ഒരാവേശം ഹമാസിൻ്റെ കണ്ടിട്ടിപ്പോൾ എന്തോ ആയി, ഇസ്രായേൽ ഒരു ദിവസം ഒരാവേശം കാണിച്ചു. ഇവിടെ ഉള്ളവരെല്ലാം കൂടെ ഒരു മീഡിയ 1 ചാനലും അവനൊക്കെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ അവരും ഒക്കെ ഇവനെ പോലുള്ളവനെ സൃഷ്ടിക്കുന്നത്. കാരണം ലോകമറിയാതെ അബദ്ധധാരണയിൽ കാര്യങ്ങൾ ഏതൊക്കെയോ എന്തിൻ്റെയൊക്കെ വികാരത്തിനനുസരിച്ച് സംസാരിക്കുക. നല്ല മുസ്ലിങ്ങളെ അല്ലെങ്കിൽ നല്ല മുസ്ലിം രാജ്യങ്ങളെ ഈ രാജ്യത്തിന് കൊള്ളാവുന്നവർ കൂടി പേരുദോഷം കേൾപ്പിക്കാൻ. അല്ല, പണ്ടൊരു IS-ന്റെ കൂടെ പോയപ്പോൾ ഒരു പയ്യൻ പോയി അവിടെ വെടികൊണ്ട് മരിച്ച ശവം എടുത്തുകൊണ്ട് വന്നപ്പം മലപ്പുറത്തുള്ള ഉമ്മ പറഞ്ഞ്, എൻ്റെ രാജ്യത്തിനെതിരെ പണി ചെയ്തവൻ എൻ്റെ മോനായാലും എനിക്ക് കാണണ്ടെന്ന്. അതുപോലുള്ള മുസ്ലിങ്ങളുള്ളവർക്ക് പേരുദോഷം ഉണ്ടാക്കാനും അവരെ ഈ പറയുന്ന പോലെ അച്ഛന് പറയിക്കാനും ഉള്ളവനായി ഇതിൻ്റെ വഴി ഒന്ന് കമൻറ്റ് ചെയ്ത് PFIക്കാരന് അനുകൂലമായിട്ട് ഇവൻ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവനും മുസ്ലിമിനെതിരെ സംസാരിക്കുന്നവനും. കാരണം ഈ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളൊന്നും ഈ പറയുന്ന മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരായിട്ട് നമ്മളെങ്ങും കാണുന്നില്ല. അവനവൻ്റെ താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ മുസ്ലിമാണെന്ന് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം രാജ്യങ്ങളെ മൊത്തം നശിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ്. അത് PFI ആയിട്ട് ഇവിടെ അവതരിച്ചു. PFI ആയിട്ട് ഇവിടെ അവതരിപ്പിച്ചവൻ്റെയൊക്കെ ആസ്തി എന്തുവാ? ഇവൻ എവിടുന്നേ പൈസ വരുന്നേ? ഇവൻ ഈ കത്തിയും കടാരയും മേടിച്ചിട്ട് നാട്ടുകാരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള പൈസ എവിടുന്ന? ഈ MEC 7 എന്ന് പറയുന്ന സംഘടന 1000 ഉണ്ടെന്നില്ലേ പറഞ്ഞേ? അത് അന്വേഷിക്കട്ടെ. അതിനിവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മുസ്ലിം സംഘടനകളും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടല്ലോ.
ഞങ്ങളുടെ ഓരോ പല മുസ്ലിം സംഘടനകളും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൾക്കാരൊന്നും ഇതിൻ്റെ കൂടെ പോകരുത്. അവർക്കറിയാം, ബോധമുള്ള മുസ്ലിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഈ മുസ്ലിങ്ങളെ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിൽ കയറ്റുന്നില്ല. ഇവനൊക്കെ ഇത് മനസ്സിലാക്കണം. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പുഴുങ്ങി തിന്ന് ഇതുപോലെ കമന്റ് ഇട്ട് സ്വയം ആവേശം കൊള്ളുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു മുസ്ലിം, മാന്യനായിട്ടുള്ള ഒരു മുസ്ലിം, ആ ജീവിക്കാൻ വേണ്ടി അവൻ പഠിച്ചതിന് ശേഷം ബാക്കിയുള്ളവൻ്റെ കൂട്ട്, ബാക്കിയുള്ള ആൾക്കാരുടെ കൂട്ട് പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവനെ സ്ക്രീൻ ചെയ്യുക. ഒരു മുസ്ലിമിനെ ഒരു രാജ്യത്ത് കയറ്റുന്നതിന് എന്തെല്ലാം കടമ്പകൾ അവൻ കടക്കണം. ആരതിന് കാരണം? ആരതിന് കാരണം? ഇതുപോലുള്ള കുറെ പറയുന്നത് വേറെ ഭാഷ നമ്മൾ പറയേണ്ടി വരും. ചാനലിനകത്തോട്ട് പറയും ഇതുപോലുള്ള കുറെ എണ്ണോ ഇവന്മാർ അവിടെ ഇവിടെ നടന്ന് വല്ലവൻ്റെ നെഞ്ചത്ത് ബോംബ് എറിഞ്ഞ് രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ കച്ചാരം മേടിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ഇതിനകത്ത് എത്ര ശതമാനമായി തോന്നിവാസം നിൽക്കുന്നേ? ഇതിന് മുസ്ലിങ്ങളെ മൊത്തം സൈലന്റ് ചെയ്യപ്പെട്ടു. എങ്ങും പോയി ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലായിടത്തും ചെല്ലുമ്പോൾ മുസ്ലിങ്ങളെ എല്ലാം ഒരുമാതിരി തീവ്രവാദ മുഖമുള്ളവരെ അല്ലെങ്കിൽ അവരെ നോക്കുന്ന ഒരു സംശയത്തോടു കൂടി നോക്കുക. എന്നിട്ട് പറയും ഇവരൊക്കെ ഈ മതത്തിന് വേണ്ടി കാര്യം പറയുന്നവന്മാർ ഒരു കാര്യം ആലോചിക്കണം. ഇവനാണ് ഈ സാധനം ഇത് ഉണ്ടാക്കി. ഇവിടെ ലോകത്ത് ഇപ്പൊ ലോകത്തിലെ രണ്ടാമത്തെ ആൾക്കാർ മുസ്ലിങ്ങൾ തന്നെ, ഒന്നാമത്തെ എനിക്കൊന്ന് ക്രിസ്ത്യാനികൾ. ഇവനൊക്കെ ഇരുന്നാണ് ഈ മുസ്ലിം സംഘടന അല്ലെങ്കിൽ ഈ മതം ഉണ്ടാക്കിയത്. അതിനകത്ത് ആകർഷകരായി അതിനകത്ത് കൊള്ളാവുന്ന കണ്ട ആൾക്കാർ ചേർന്നു, അല്ലെങ്കിൽ പ്രചരണത്തിന് കുറെ ആൾക്കാർ വന്നു. അങ്ങനെയല്ലേ അവിടെ ഇന്ത്യയിൽ എങ്ങനെ വന്നേ? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മുടെ അനുഭവത്തോടു കൂടിയാണ് ഇവിടെ മുസ്ലിങ്ങൾ വിദേശത്തു നിന്ന് വന്നേ. അവർക്കിവിടെ പള്ളി കൊടുത്തു അവർക്ക് ആരാധിക്കാൻ, അല്ലെങ്കിൽ അതിന് സ്ഥലം കൊടുത്തു. അവസാനം വിദേശത്ത് വന്ന മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്ത്രീകളെ കല്യാണം കഴിക്കാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ ഉണ്ടായത് ഇവിടെയുള്ളവന്റെ വിശാലത ഉണ്ടായ ഇവിടെ അത് പ്രചരിപ്പിക്കാൻ സാധിച്ചത്. അത് പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പം ഇവിടെ ഉള്ളവർക്ക് തോന്നി ഇവിടെ അവൻ ചോദിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് കൊള്ളാവുന്ന കാര്യം ഇത്. അവൻ ചോദിച്ചോട്ടെ, അവൻ അതിനകത്ത് അവർ ആരാധിച്ചോട്ടെ. അവന്റെ ആരാധന ക്രമത്തിനകത്ത് നമ്മളെന്തിനാ ഇടപെടാൻ പോന്നേ? അല്ലെങ്കിൽ വേറെന്തിൻ്റെ അതിനകത്ത് ഇവനെന്തിനാ ഇടപെടാൻ പോന്നേ? ഇവൻ ഇഷ്ടമുള്ളതിനകത്ത് ഇവൻ പോവും. സ്വതന്ത്രമായിട്ട് അവൻ മുസ്ലിം ആവുന്ന മുസ്ലിം, അവൻ ഹിന്ദു ആവുന്ന ഹിന്ദു, ക്രിസ്ത്യാനി ആവുന്ന ക്രിസ്ത്യാനി. ഞാൻ എല്ലാവരും കൂടെ ആക്കുന്നു. ഇവനെ ദൈവത്തെക്കാട്ടി വലിയ ആളാണ്. ഇവൻ മൊത്തം ലോകത്തുള്ളവനെല്ലാം മുസ്ലിം ആക്കുക. ഇവൻ പറയുന്ന പ്രപഞ്ചശക്തിയാണെന്നല്ലോ ഈ അള്ളാഹുവിനറിയാം ഈ തീരുമാനങ്ങൾ എടുക്കാൻ. നമ്മുടെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ അള്ളാഹു ഈ ലോകത്ത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും ഒന്നും വേർതിരിച്ച് കാണാൻ പറ്റത്തില്ലല്ലോ. പുള്ളി ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പുള്ളിയുടെ കീഴിൽ ഒരുപോലെ ആയിരിക്കുമല്ലോ. അല്ലാതെ മനുഷ്യനുണ്ടാക്കിയ ജാതിയുടെ കീഴിൽ പുള്ളിക്ക് വേർതിരിവ് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ സങ്കല്പം അനുസരിച്ചുള്ള വിശ്വാസമാണ് ഞാനീ പറയുന്നത്. അപ്പൊ ഇവനൊക്കെ പറഞ്ഞ് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമിന്റെ നാശത്തിന് വേണ്ടി സംസാരിക്കാനും മുസ്ലിമിന്റെ നാശത്തിന് വേണ്ടി ഉണ്ടാക്കാനും ABC-കാരൻ മുസ്ലിമിന് വേണ്ടിയും ഹിന്ദുവിന് വേണ്ടിയും ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടുത്തെ ശരിയായ കാര്യങ്ങൾ സംസാരിക്കും. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്, നമ്മൾ ദേശീയതയ്ക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. തോന്നിവാസം കണ്ടാൽ അത് തോന്നിവാസമാണെന്ന് പറയാറുണ്ട്. അത് ഹിന്ദുവിന്റെ ആയാലും പറയും, ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും പറയും, മുസ്ലിമിന്റെ ആണെങ്കിലും പറയും. എന്തായാലും നിന്റെയൊക്കെ വായും കൊണ്ട് ഏറ്റവും കൂടുതൽ തോന്നിവാസം അല്ലെങ്കിൽ ആൾക്കാർക്ക് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ആക്കിയെടുക്കുന്നത് ഇതുപോലുള്ള ഈ കമന്റും ഇട്ട് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്ന കുറെ ആൾക്കാരാണ്. മാക്സവൻ എന്ന് പറയുന്ന സംഘടന നിഴൽ അല്ലെങ്കിൽ സംശയത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന സംഘടനയാണ്. ഇത് പരിശോധിക്കണമെന്ന് മുസ്ലിങ്ങൾ തന്നെയാണ് മലപ്പുറത്ത് നിന്ന് മുസ്ലിം സംഘടനകളാണ് വന്ന് പറഞ്ഞത്. അതിനുശേഷം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ഇതിന്റെ പ്രതികരണം കൊടുത്തതിന് SYS ആണ്. SYS ആരാ? കൃത്യമായ നമ്മുടെ മതസംഘടനയുടെ ആൾക്കാരാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ വിദ്യാർത്ഥി സംഘടന അവരാ പറഞ്ഞു അവർക്കെന്ത് ഖുർആൻ അറിയത്തില്ലേ? അവർക്ക് മുസ്ലിങ്ങളുടെ തത്വം അനുസരിച്ചില്ലേ? മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയത്തില്ലേ? അവരാണല്ലോ പറഞ്ഞ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന്, ആണ് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ആണ് അവർക്ക് മനസ്സിലായി മുസ്ലിമിന്റെ നാശത്തിലേക്കാണ് ഇത് പോന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അവലും മലരും കുന്തിരിക്കോ, എന്നിട്ട് അവലും മലരും കുന്തിരിക്കോ പറഞ്ഞവന്റെ എല്ലാം വായിക്കാത്തപ്പോ അവലും മലരും വെച്ചേക്കുവാന്നല്ലോ. കൂടെ നിന്ന് കുന്തിരിക്കോന്ന് അടിച്ചവനല്ലേ ഇപ്പൊ പാത്തു നിന്നാന്നല്ലോ പറയുന്നത്. ഇപ്പൊ ഇതുപോലെ വേറെ ഇവന്റെയൊക്കെ പേര് പരിശോധിക്കാമെങ്കിൽ ചിലപ്പോ കറക്റ്റ് പേരായിരിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ട്? വേറെ പേരിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും ഇരുന്നിട്ട് ആവശ്യമില്ലാത്തവനെ തെറ്റിദ്ധരിപ്പിച്ച് അവനെയും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആക്കി അവന്റെയും കൂടെ ജീവിതം ഇല്ലാതാക്കി രാജ്യത്തെ ഇല്ലാതാക്കി ജീവിക്കാൻ എന്തെങ്കിലും മാർഗവും ആൾക്കാരെ സ്നേഹിച്ച് നടക്കുന്ന മുസ്ലിങ്ങളെ മൊത്തം ആൾക്കാരുടെ നാശമാക്കി ഇല്ല. ഇപ്പൊ പറയാൻ വന്നത് മെക്സവൻ എന്ന് പറയുന്നതിന്റെ പുറകിൽ അത് വ്യായാമ സംഘടനയാണോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ നിരോധിച്ച സംഘടനകൾ ഇടപെടിയിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇത്രയും പേർ അതിന്റെ പുറകിൽ നിന്ന് ആവേശം കൊള്ളിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കാര്യം അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എന്തൊക്കെയോ ഉരുത്തിരിയുന്നുള്ളതിന് തെളിവാണ്. അല്ലെങ്കിൽ
ഒരു വ്യായാമ സംഘടന ഒരു മലപ്പുറത്തുള്ള ഒരു സൈനികൻ അങ്ങോട്ട് തുടങ്ങുമ്പം ഈ കേരളത്തിലുടനീളം 1000 യൂണിറ്റും ലോകത്തുടനീളം അതിനെ ഉരുത്തിരിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് അതിന്റെ വർക്ക് വരണമെങ്കിൽ അതിന്റെ പുറകിൽ ആൾക്കാരുണ്ടാവും, അതിന്റെ പുറകിൽ സമ്പത്തുണ്ടാവും, അതിന്റെ പുറകിൽ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടാവും. ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. വാട്സപ്പ് ഗ്രൂപ്പുകളിനകത്ത് ഇതുപോലെ മതവും മറ്റ് അല്ലെങ്കിൽ ചില തീവ്രമായ നിലപാടുകളെ പറ്റിയൊക്കെ ഉള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പം മന്ത്രി അഹമ്മദ് ദേവർകോവില് CPM പറ്റിയാക്കുന്ന ഏറ്റവും വലിയ അബദ്ധം INL എന്ന് പറയുന്നത്. CPM ഇപ്പം മുസ്ലിം ലീഗിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. INL അത്രയും വർഗീയമായിട്ട് ചിന്തിക്കുന്ന പാർട്ടി നോക്കുമ്പോൾ വേറെ ഇല്ല. മുസ്ലിം ലീഗ് ഒന്നും അത്രയും വർഗീയമായിട്ട് ചിന്തിക്കുന്നില്ല. മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജനത്തിന് കൂടുന്ന പാർട്ടിയാണ്. ഇന്ത്യ വിഭജനത്തിന് കൂടുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ വടക്കേ ഇന്ത്യയിലും അല്ലെങ്കിൽ വളരെ അസ്വസ്ഥമാക്കിയിട്ടുള്ള, ഇന്ത്യക്കകത്ത് വളരെ കൂടുതൽ അസ്വസ്ഥമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വർഗീയ ചെരിവുതൽ ഉണ്ടാക്കിയിട്ടുള്ള അന്നത്തെ കലാപത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പങ്കെടുത്തിട്ടുള്ള മുസ്ലിം ഹിന്ദു കലാപം കണ്ടവൻ ആൾക്കാർ. പക്ഷേ അതിപ്പം കേരളത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും അവസാനം പരിശോധിക്കുമ്പോൾ പണ്ട് ഇവരെ മാറ്റി നിർത്തി പോകുന്ന ഒരവസ്ഥയുണ്ട്. കേരളത്തിൽ അവർ ഒരു പരിധി വരെ അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ അംഗീകരിച്ചു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ അംഗീകരിച്ചു, മര്യാദയ്ക്കും ഒക്കെ പോകണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കും അതിൻ്റെ നേതൃത്വമൊക്കെ ആ ഒരു മര്യാദ നേതൃത്വമായിട്ടാണ് നമ്മൾ കാണുന്നത്. തങ്ങൾ ഫാമിലി ആയാലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും, കുഞ്ഞാലിക്കുട്ടി ഒരു മിതവാദിയാണ്, മനസ്സിലാവുന്നുണ്ട്, പലപ്പോഴും നമ്മൾ പരിശോധിക്കും. പിന്നെ അവരുടെ വിഷയങ്ങളെ പറ്റി അവർ സംസാരിക്കാറുണ്ടെങ്കിലും അപ്പം അതിനെക്കാട്ടി കുഴപ്പമായി INL ഇതിൻ്റെ കൂടെ വെച്ചിട്ട് മുസ്ലിം ലീഗിനെ കുറ്റം പറയാൻ യഥാർത്ഥ CPM അധികാരമില്ല. അപ്പം നമ്മളീ പറഞ്ഞല്ലേ മെക് 7 കുഴപ്പത്തിലേക്കാണ്, അല്ലെങ്കിൽ കുഴപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഇതുപോലുള്ള ഈ PFI അനുകൂലിക്കുന്ന ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല, മനസ്സിലാവുന്നുണ്ട്. PFI ആവേശം കൊണ്ട് ആവേശമൊക്കെ കൊള്ളാം, അവസാനം വലിയ ആവേശം കൊണ്ടാൽ പിന്നെ എപ്പോഴാ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴായിരിക്കും അനുഭവിച്ചവനെ അറിയത്തുള്ളൂ അതിൻ്റെ ഗുണമായി. വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വെളുപ്പം കാലത്ത് വിളിച്ചുകൊണ്ട് പോകും. ആവേശമൊക്കെ കൂടിക്കൂടി അമിതാവേശമായാലേ പാവം പിടിച്ച തള്ളയ്ക്കും തന്തയ്ക്കും മോനെ കാണാനൊക്കാത്ത അവസ്ഥയാവും. ഇപ്പം കിടക്കുന്നവനെയൊക്കെ കാണാൻ പോലും പറ്റുന്നില്ല, എവിടാന്ന് പോലും അറിയത്തില്ല, കോടതി പോലും കൊണ്ടുവരുന്നില്ല, മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള കേസുകളാണ് ഇവരുടെയൊക്കെ പുറത്ത് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെ വെളിയിൽ വരുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല. ഏതായാലും എന്തോ ഉരുത്തിരിച്ചുകൊണ്ട് വന്നാലും അതിൻ്റെ പുറകിലൊക്കെ അന്വേഷണം ഉണ്ടെന്നുള്ളത് ഈ വിവരമില്ലാത്ത ആൾക്കാർ മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം ഇപ്പോൾ വാർത്ത വരുന്നതിന് മുമ്പേ മെക് 7 പുറകിൽ ആൾക്കാർ ആവശ്യമുള്ളവർ കൂടിയിട്ടുണ്ട്. അത് മിലിറ്ററി ഇൻ്റലിജൻസ് ആയാലും NIA ആയാലും പിന്നെ നമ്മുടെ ഇപ്പോൾ പോലീസ് ഇവിടുത്തെ പിന്നേറ്റവും അവസാനം അന്വേഷിക്കാൻ ഇനിയിപ്പോൾ അന്വേഷിച്ചു തുടങ്ങുമായിരിക്കും കഴിഞ്ഞിട്ട്. എന്തായാലും ഈ കമൻറ്റുകൾ ഒക്കെ കാണുമ്പോൾ നമ്മൾ മെക് 7 പറ്റി പൊതുവെ വന്ന ഒരു വാർത്തയുടെ കാര്യങ്ങൾ വ്യക്തത വരുത്തിയല്ല പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ എന്ന നമുക്കും സംശയാസ്പദമായിട്ട് ആണ് സംസാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഈ കമൻറ്റുകൾ കാണുമ്പോൾ മെക് 7 പുറകിൽ ആരൊക്കെയോ ആവേശം കൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ നാളെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ പുറകിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.